ഗൈസ്, എല്ലാവർക്കും കളേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലേ ഉണ്ടാക്കുന്നതാണ്, ഹോം മെയ്ഡ് ക്ലേ. അപ്പം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് പൗഡറും പിന്നെ വാസ്ലീനുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഓയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വൈകിയ വീഡിയോയിൽ കാണാം. അപ്പം നമുക്ക് എന്താക്കാം, നമുക്ക് ഈ ഒരു പൗഡർ അത്യാവശ്യമൊക്കെ ഇതിലേക്ക് ഇടാം. അപ്പം ഞാൻ ഇതിന് മൂടി ഒന്ന് തുറക്കട്ടെ. മൂടി തുറക്കുന്നൊരു ചെറിയ ടാസ്ക്കാണ്. അപ്പം നമുക്ക് ആ ടാസ്ക് ഒന്ന് ചെറുതായി ചെയ്യാം. കാരണം ഒരു കയ്യിൽ ഫോണും പിടിക്കണം, ഒരു കൈ കൊണ്ട് ഇത് ചെയ്യുകയും വേണം. അപ്പോൾ അതിനൊരു ചെറിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അന്നേരം നമുക്ക് നോക്കാം. തുറക്കട്ടോ. ഓക്കെ, ഇപ്പം തുറക്കും. തുറന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി ഇത് അത്ര അങ്ങോട്ട് ഉപയോഗിക്കാത്തൊരു ഇതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് എടുത്താൽ മതി. അപ്പം ഞാൻ അത്യാവശ്യം എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം എടുത്താലാണ് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ക്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടി വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഗൈസ് അതിൻ്റെ ഇടയിൽ ഞാൻ കാലെല്ലാം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഗൈസ്. അതൊരു ഇടങ്ങേറായിട്ടാണ് മാറ്റി വെക്കുന്നത്, അങ്ങനൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ വാസ്ലീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, ഇപ്പോൾ വാസ്ലീൻ എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വാസ്ലീനാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വാസ്ലീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാസ്ലീൻ ഞാൻ എടുത്തിട്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൈ കൊണ്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതായിട്ടു അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ അത്യാവശ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ വാസ്ലീൻ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി മിക്സ് ആക്കണം. ഇനി ആ വാസ്ലീൻ ഒന്നും ആവൂല, നമുക്ക് കുറച്ചും കൂടി വേണം, തികയൂല. നമ്മൾ അത് പൗഡറും വാസ്ലീനും കൂടി കൂട്ടി കുഴക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് കുഴക്കണം. അപ്പം ഞാൻ കുഴക്കട്ടെ. നല്ല ഇതായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ആക്കിക്കോണം. കയ്യിലൊക്കെ ആവും, പക്ഷേ നമ്മൾ നല്ലോണം മിക്സ് ആക്കിയാൽ അത്ര ഇതാവില്ല കേട്ടോ. അപ്പം ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് വാസ്ലീനിൻ്റെ എന്ന് വെച്ചോ. അപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി വാസ്ലീൻ എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കൽ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയിട്ട് മിക്സ് ആക്കണം. അപ്പം ഞാൻ മിക്സ് ആക്കിയിട്ട് കാണാം. അപ്പം ഗൈസ് മിക്സാക്കി ഏകദേശം ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ ഓഫാക്കിയിട്ടാണ് കുറച്ചൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് അവസാനം ഇങ്ങനെ എന്താക്കുക, ഫുള്ളായിട്ട് എടുത്തിട്ട് കുഴച്ചിട്ട് രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ റൗണ്ടാക്കി ഉരുട്ടയാക്കും. അപ്പോൾ ഞാൻ ഉരുട്ടയാക്കട്ടെ. എന്നെ ഒറ്റ കൈ കൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ഉരുട്ടാക്കട്ടെ. കുഴപ്പമില്ലാണ്ട് ഉരുട്ടൊക്കെ ആക്കാൻ പറ്റുന്നുണ്ട്, ഒറ്റ കൈ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്തായാലും നല്ലോണം ഉരുട്ടെല്ലാം ആക്കിയിട്ട് വേണം ഇതാക്കാൻ. നല്ലോണം നമ്മൾ അങ്ങനെ മിക്സ് ആക്കണം. ഏകദേശം ഇത് വന്നാലും നമ്മൾ അത് തന്നെ നല്ലോണം മിക്സ് ആക്കണം ഗൈസ്. അപ്പുറത്തൊരു ബോട്ടിൽ വീണിട്ടുണ്ടായിരുന്നു, എണ്ണേൻ്റെ ബോട്ടിലാണ്. നമുക്ക് അവസാനം എണ്ണ വേണം. അപ്പോൾ ഗൈസ് ഞാൻ അത്യാവശ്യം നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ
ഞാൻ കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആക്കാവുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് മിക്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഉറ്റിക്കണം. പിന്നെ ഗൈസ്, ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇനി എന്താ മുന്നിൽ എത്തുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം എന്തേ തെറ്റുണ്ടെങ്കിൽ എന്നെങ്ങനെ ഒഴിച്ചു പോയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. സോറി കേട്ടോ. ഞാൻ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ്. അപ്പം ഞാൻ എണ്ണേൻ്റെ ബോട്ടിലൊക്കെ തുറന്നിട്ടുണ്ട്. ജാസ്മിൻ്റെ ഓയിലാണ്. അപ്പം ഞാൻ ഉറ്റിച്ചിട്ടുണ്ട്. ഉറ്റിച്ച വീഡിയോ എടുക്കായിട്ടാണ്. അപ്പോൾ ആ ഉറ്റിച്ചിട്ട് അത് തന്നെ ഇതാക്കിയിട്ട് കൈ കൂട്ടി നല്ലോണം അതിലേക്കൂട്ട് പെരക്കൊക്കെ ചെയ്യണം. എണ്ണയിൽ ഓവർ എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. കുറേ ഒന്നും എടുക്കണ്ട. കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതായിപ്പോവും. സാധനത്തിൽ ഓവർ ഓയിലായിട്ടുണ്ടെങ്കിൽ അത് കേടായിപ്പോവും. പിന്നെയും വീണതാണ് ആ ബോട്ടിൽ, നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലോണം നിങ്ങൾ മിക്സാക്കി നല്ല അസലാക്കി എടുക്കുക. അപ്പം ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലേ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ ഞാൻ വീണ്ടും പറയുന്നതാണ്, ഞാൻ വോയിസ് ഓവർ ചെയ്തത് കൊണ്ട് തന്നെ പല തെറ്റുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ. അപ്പം ഗൈസ്, അത് പറയുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ കാര്യം വിട്ടുപോയി. അപ്പോൾ ക്ലിപ്പ് കഴിഞ്ഞിട്ട് വേറൊരു ക്ലിപ്പും കൂടി വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ആലോചിച്ചത് അങ്ങനെ ഉണ്ടല്ലോ എന്ന്. അപ്പം നമ്മൾ ഈ ക്ലേ സൂക്ഷിച്ച് വെക്കേണ്ടത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാണ്. എന്ത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ നല്ലോണം എയർ ടൈറ്റ് ആവണം. എന്നാലാണ് നിങ്ങൾക്ക് കുറേ കാലത്തേക്ക് ഈ ക്ലേ യൂസ് ആവുള്ളൂ. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ ഈ ക്ലേ കൊണ്ട് പല വീഡിയോസും ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഐസ്ക്രീമിൻ്റെ ഡപ്പയാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്കിടും. അതിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ വേറൊരു പാത്രം അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം ടിന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ലഭിക്കുന്ന പാത്രത്തിൽ വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്ലേ കുറേ കാലത്തേക്ക് കിട്ടും. അപ്പം ഞാൻ ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈ ബൈ. ഞാൻ ഒന്നും കൂടി പറയുന്നതാണ്, ഞാൻ വോയിസ് ഓവർ ചെയ്തതാണ്. എന്ത് തെറ്റുണ്ട് ക്ഷമിക്കണം. ബൈ. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. അപ്പം ബൈ.